ഹലോ ഗായ്സ്, അപ്പതാ ഞങ്ങൾ ഇന്ന് അഴീക്കോട് ബീച്ചിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇവിടത്തെ സൺസെറ്റ് ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. പിന്നെ കുറച്ച് പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ട്. പ്ലേ സ്റ്റേഷൻ ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികൾക്കുള്ള ഗെയിമിംഗ് സെക്ഷൻ, റൈഡ്സ്, കാര്യങ്ങള്. പിന്നെ നമ്മുടെ കുഴിമണ്ണിലൊക്കെ ഓടിക്കണം. പക്ഷെ 4 വലിയ ടയറുള്ള സംഭവമില്ലേ? 4 വലിയ ടയറുള്ള സംഭവല്ലേ ATV കേട്ടോ ഗൈസ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ റൈഡുകൾ ഉണ്ട്. അപ്പൊ ഇന്ന് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ജസ്റ്റ് ഒന്ന് സൺസെറ്റ് ഒന്ന് കാണണം. പിന്നെ ഭയങ്കര റിലാക്സ്ഡ് ആട്ടോ. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഭയങ്കര റിലാക്സ്ഡ് ആയി. ഇപ്പൊ ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അഴീക്കോട് അടിപൊളി കേട്ടോ, നല്ല പൈൻ മരങ്ങളാണ് ഫുള്ള്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാവേ. ഇത് നോക്കിയേ, നമ്മുടെ ബാക്കിലൊക്കെ ഉണ്ടോ, അടിപൊളി കേട്ടോ. അപ്പൊ നമ്മളധികം പറഞ്ഞ് വെറുപ്പിക്കണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഏറ്റവും മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് സൺസെറ്റ് കവർ ചെയ്യണം. അപ്പൊ ആദ്യമോനെയും കൂട്ടിയിട്ടാട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമോനെയും കൂട്ടി അപ്പനും അമ്മയും ആദ്യമോനും കൂടിയാണ് ഇന്ന് സൺസെറ്റ് കാണാൻ വന്നിരിക്കുന്നത്. ആദ്യമോനെ ക്ലാപ്പടി, ക്ലാപ്പ്. ആദ്യമോനെ എന്റെ അടുത്ത് ചാടാൻ നോക്കട്ടെ. ആശാന എന്റെ അടുത്ത് ചാടാൻ വരികയാണ്, എന്റെ അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അധികം ഞങ്ങൾ പറഞ്ഞു വെറുപ്പിക്കണില്ല. അത് സൺസെറ്റ്. അപ്പൊ എല്ലാവർക്കും വിത്ത് ലവ് ജോ ആദംസ് വ്ലോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അടിപൊളി. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പോവാട്ടോ. അതെ സൺസെറ്റ് ഇപ്പൊ ഇവിടെ അടുത്തോണ്ടിരിക്കട്ടോ സൺസെറ്റ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാവേ. നല്ല കാറ്റോട്ടോ ഗൈസ്. റീനു ഇപ്പൊ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ ഗൈസ്. അപ്പൊ റീനുവും നമ്മുടെ ആദൂട്ടും കൂടെ നടന്നു വരാട്ടോ. നല്ല കാറ്റാട്ടോ, അടിപൊളി, സൂപ്പർ. റീനൊന്ന് തിളങ്ങണ കുപ്പായൊക്കെ ഇട്ടിട്ടാട്ടോ വന്നേക്കണേ ഗൈസ്. നല്ല തിളക്കുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പൊ റീനത് ഇങ്ങനെ നമ്മുടെ കടലിന്റെ സൈഡിലേക്ക് ഇതിങ്ങനെ പോണതൊക്കെ അടിപൊളി സെറ്റപ്പ്, സൂപ്പർ സൂപ്പർ. ആദുട്ടൻ കളി കേട്ടോ ബീച്ചില്, അടിപൊളിയായിട്ട്. ആദുട്ടൻ കളിക്കുന്നതൊക്കെ ആദുട്ടൻ ചാമ്പ്യൻ. ആദുട്ടന്റെ കളി നോക്കി നിറച്ച് ചവറ കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബീച്ചൊക്കെ ആകുമ്പോ ആളുകളൊന്നും കയറിയണ്ടേ. ഇത് നോക്കി നിറച്ച് കുപ്പിയും പാട്ടയും ഇതൊക്കെയോ ഉണ്ട്. ആദുട്ടൻ നടന്നു വരുന്നു, ആദുട്ടൻ ബീച്ച് കാണുന്നു. ആദുട്ടാ ഒരു ഉമ്മ കൊടുത്ത് എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത്, എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ആദുട്ട ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്, ഫ്ലൈങ് കിസ് കൊടുക്ക്. ഇത് എങ്ങോട്ട് നോക്കിയാ ആദുട്ട? അപ്പനെ നോക്കിയേ ആദുട്ട, അപ്പനെ നോക്കിയേ. ആദുട്ടിന് ഭയങ്കര സന്തോഷം കേട്ടോ ഗൈസ്. അവന്റെ ഇത് ഇപ്പൊ ബീച്ചിലൊക്കെ വന്ന ആദുട്ടൻ കറങ്ങി സെറ്റായിട്ട് ഇടയ്ക്കണ്ട. അതുപോലെ മണ്ണിലൊക്കെ കളി കണ്ട. വായിൽ മണ്ണു. നോക്കിയാ അപ്പടെ കാലോക്കിയേ. അപ്പൊ ആദോട്ടിനെ കൊണ്ട് നനയാൻ പോണാണ് കേട്ടാ.
അതെ ഗൈസ്, ആദുട്ടന് നല്ല പേടിയായിരുന്നു കേട്ടോ. ആദ്യം അവൻ വെള്ളം വരുമ്പോഴത്തേനും ഞങ്ങൾ ഉരുക്കി പിടിക്കായിരുന്നു. ഇപ്പൊ ആളൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്താ നമ്മുടെ സൺസെറ്റ് അടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെ. എടാ ആദ്മോന് ഭയങ്കര പേടിയായിരുന്നിട്ട് ഇപ്പൊ എന്റെ ഊഴം കഴിഞ്ഞപ്പോ ആദ്മോൻ അമ്മയുടെ ഒപ്പാട്ടാ. ഓക്കെ കേസ്, ആദ്മോന്റെ ചിരി പോയിക്കോട്ടാ. ചെല്ല് ഇറങ്ങി. ആദ്മോനെ എന്റെ ഒപ്പം കളിക്കാനാണ് ഇഷ്ടം. അയ്യോ ദേ പറഞ്ഞേ, ഓടിക്കോ സാർ ഓടിക്കോ. ആദ്മോന്റെ സെറ്റാണ്ടാ. ക്യാമറ ഞാൻ പോയല്ലോ. നല്ല തിരയാട്ടോ വൈകുന്നേരം. ഇപ്പൊ അടിപൊളി. ഇത് നോക്കിയേ, എന്നാ ഒരു തിരമാല നോക്കിയേ. ആത്മന്റെ കാര്യം നനഞ്ഞേ വരണു. ഒരെണ്ണം വരണുണ്ട്. അതുകൊണ്ട് കാൽപ്പടം കണ്ട. അതുപോലെ ഭയങ്കര ഇഷ്ടമായിട്ടാ ബീച്ച് വന്നത്. അതുപോലെ ഇനി ഇടയ്ക്കിടയ്ക്ക് ബീച്ച് കൊണ്ടുവരാൻ പറയാവോ? അതുപോലെ ഹായ് പറഞ്ഞേ. ഹായ് അതുപോലെ ടാറ്റ കൊടുത്ത എല്ലാവർക്കും. ടാറ്റ കൊടുക്ക. ടാറ്റ. എന്താലേ നമ്മുടെ സൂര്യൻ കടലിലേക്ക് താഴാൻ വേണ്ടി വരട്ടാ ഗൈസ്. പുള്ളിക്കാരൻ നൈസായിട്ട് താഴാൻ വരാൻ. ഉറങ്ങേണ്ട സമയം, പുള്ളിക്ക് റെസ്റ്റ് കിട്ടേണ്ട സമയമായി. അതാണ്ടോ
ഭയങ്കര ഫീലാണ്. ടെന്റ് മാത്രല്ല നമുക്ക് എല്ലാം എടുക്കാം. ഒരു ഗ്യാസ്, സ്റ്റവ് എല്ലാം എടുക്കാം കേട്ടോ. മിക്സി അങ്ങനെയാണെങ്കിൽ വാഷിംഗ് മെഷീൻ എല്ലാം എടുക്കാം. അടിപൊളി കേട്ടോ. സൂപ്പർ അടിപൊളി. ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ബീച്ചിൽ വരുന്നവരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, കുറെ കവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ബീച്ച് അടിപൊളി കേട്ടോ. അടിപൊളി ബീച്ചാണ്. ഇനി നമുക്ക് പോകാനുള്ളത് അതല്ല ഈ വിവാഹത്തിന്റെ ഒക്കെ ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അവരൊക്കെ എന്തായാലും ഇവിടെ വന്നിട്ട് എടുക്കാം കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. പിന്നെ ഇനി നമ്മൾ പോണത് ഒരു ATV റൈഡിന് വേണ്ടിയിട്ടാണ്. ഉണ്ടോന്ന് അറിയില്ല, ഞാൻ ഓടിച്ചിട്ടുണ്ട് ഒരു വട്ടം. അപ്പൊ എന്തായാലും ATV റൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകാം. ATV അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ബീച്ചിന്റെ പുറത്തേക്ക് വന്നേക്കട്ടോ. ബീച്ചിന്റെ പുറത്ത് വന്നപ്പോക്ക് മുസ്രീസ് ഇൻഫിനിറ്റി സ്പോർട്സ് ക്ലബ്ബ് പുതിയ ടർഫ് സെറ്റാക്കി വെച്ചേക്കാം. അടിപൊളി കേട്ടോ. സൂപ്പർ കേട്ടോ. വാവ്, രക്ഷയില്ല. അതനിപ്പോ ആരുമില്ല, എല്ലാരും പോയി തോന്നും. കളിയൊക്കെ കഴിഞ്ഞ എല്ലാവരും നിർത്തിപ്പോയി. ഇപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെപ്പോഴും എത്ര വലിയ വണ്ടികളുണ്ടെങ്കിലും എൻ്റെ രാജാവിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ രാജാവ് എല്ലാവരും പോലെ അല്ല, എല്ലാവരുടെയും വലിയൊരിതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു BMW കേട്ടോ. എനിക്ക് പൊളി വണ്ടിയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ രാജാവ്. അപ്പൊ നമ്മള് അങ്ങേറ്റത്ത് നിന്ന് ഇങ്ങേറ്റത്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്റെ ബാക്കിൽ കൂടെ എല്ലാം കാണുന്നുണ്ടോ? അവിടെ കണ്ടോ? ഭയങ്കരമായിട്ട് കറച്ചിട്ടാ ഓടിക്ക്. കാരണം ഇവിടെ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ആ ലൈറ്റ് പോണതിനുള്ളിൽ നമുക്ക് ATV കവർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അപ്പൊ എന്തായാലും അടുത്തത് നമ്മുടെ ATV റൈഡ് കേട്ടോ. പൊളിക്കാം. അപ്പൊ ഇതേ നമ്മൾ പറഞ്ഞോളാം, നമ്മൾ ATVയിൽ അവിടെ എത്തിയേക്കാം കേട്ടോ. അപ്പൊ അതുമോനും ഞാനും റീലും ഉണ്ട്. ATV കാണിച്ചു തരാതെ ATV ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളിത് ATVയിൽ കയറാൻ പോട്ടെ ഗൈസ്. അപ്പൊ അതേ നമ്മളുടെ ആദൂട്ടനും ചേട്ടായും കൂടി ഇതേ വണ്ടി ഓടിച്ച് വരുന്നുണ്ട് കേട്ടാ. വരട്ടെ. അപ്പൊ എല്ലാവരും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നു. ടാറ്റാ. വേണ്ട രണ്ട് സൈഡ് നാടൻ കെടുത്തി ചേട്ടായി എല്ലാവരും വെച്ച് ആ ചേട്ടൻ അങ്ങനെയല്ല വണ്ടി ഓഫ് ചെയ്യരുത്. വീഴാണ്ടിരുന്നോ ഫ്രണ്ടില് ശരിയാട്ടെ കൈ പൊളി. സെക്കൻഡ് റൗണ്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട ഗൈസ്. അപ്പം ഞാൻ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി. കാരണം എനിക്കത്ര സുഖമില്ല ഇരുന്നിട്ട് സത്യം പറഞ്ഞ. അപ്പം അപ്പയും മോനും കൂടി എൻജോയ് ചെയ്യട്ടെ എന്തായാലും. അപ്പം നമുക്ക് അവർ വരണതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കേ, നമുക്ക് നോക്കിയാലോ. അവരവിടെ നിന്ന് പോന്നിട്ടുണ്ട് ഗൈസ്. അതൊട്ട് സെറ്റാട്ടോ. അതിന് എന്താ സന്തോഷം എന്നറിയാമോ? അപ്പൊ അതേ നമ്മുടെ ആദൂട്ടനും ചേട്ടായും കൂടി പറഞ്ഞേട്ടാ പോണേട്ടാ. അപ്പൊ നമ്മളിത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അമ്മേ എവിടെ എത്തുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓടട്ടെ. എൻ്റെ അമ്മേ വെള്ളക്കുഴിയിലൊക്കെ വീഴും ദൈവത്തിന് അറിയിച്ചോഴേ. ചേട്ടായി അവിടെ എത്തുമ്പോഴത്തേന് ക്യാമറ കൊണ്ട് ഞാൻ എത്തിയില്ലെങ്കിൽ എന്നെ ചേട്ടായി നോക്കാം. ഓക്കെ,
നിങ്ങൾക്ക് എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. അതായത് പിള്ളേർക്കായാലും സംഭവം സേഫാണ്. അവിടെ ഒരു നമ്മുടെ എന്താ പറയുക പറഞ്ഞിരുന്ന ആളില്ലേ ഗൈഡുണ്ട്. പുള്ളി കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നായിരുന്നു. അവരവിടെ പോയി വണ്ടി നിർത്തിയിട്ടുണ്ട്. ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നു ചേട്ടായുടെ അടുത്ത് പോകാണ്ട്. കാരണം ചേട്ടായുടെ അടുത്താണ് അവൻ തുള്ളി നിൽക്കുന്നത്. ഇതിനെന്ന് വെച്ചാൽ ഒരു റൗണ്ട് 50 rupees അങ്ങനെയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ആയാലും ഓടിക്കാം, നല്ല എൻജോയ്മെൻ്റ് ആണ്. പിന്നെ അപ്പം ഞങ്ങൾ 2 റൗണ്ട് എടുത്തായിരുന്നു. അപ്പോൾ ആദ്യത്തന്നെ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് അതായിരുന്നു ആവശ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ഗൈഡ് പറയുന്ന പോലെയൊക്കെ കേൾക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് കണ്ട ഇവിടുത്തെ 3 വണ്ടികളുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ ആദ്യത്തെ സെറ്റാണ്. അവിടെ പോരാൻ തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ, ഇവിടെ പിടിക്കും. അപ്പൊ മച്ചന്മാരെ നമ്മൾ പാർക്കിൽ വന്നേക്കാട്ടോ. ഇവിടെ തന്നെ ഉള്ള ഒരു പാർക്കാണ്. ആദ്യത്തിനൊക്കെ ഇവിടെ കിടന്ന് കളിയാട്ടാ. അന്ന് ഇവിടെ അടിപൊളി കേട്ടോ. ഇവിടെ അതെ പാർക്ക് കാര്യങ്ങളും കൂടെ നമുക്ക് ഉണ്ട്. 10 രൂപയാന്ന് തോന്നുന്നു ടിക്കറ്റിന്. വൈകിട്ട് 7 മണി വരെയാണ് പാർക്കുള്ളൂ. അപ്പൊ ആദ്യത്തിന് ഇവിടെ കളിച്ചോണ്ടിരിക്കട്ടാ. അടിപൊളിയാ. കുറേ കുട്ടികളുണ്ട്. നോക്കിയേ, കുറച്ചധികം കുട്ടികൾക്ക് നല്ല എന്താ പറയാ കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കി നിറച്ചാട്ടോ ആളുകള്. നമ്മുടെ ആദ്യത്തിനാണെങ്കിൽ ഇവിടെ പൊളിച്ചിക്കാണ്. ഇതൊക്കെ ഇളക്കി പറിക്കുന്ന ആശാൻ. അടിപൊളിയായിട്ട് ആദ്യത്തെ പൊളിക്കാണ് ഇവിടെ കിടന്ന് തകർക്കാണ്. ആദ്യത്തെ പാർക്കുകളിൽ തന്നെ പോണത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു. ഹായ് കൊടുത്തേ. ഹായ് അതിന്റെ ഹായ് കൊടുത്തേ. ഹായ്. അതെ നമ്മുടെ ആദ്യത്തിന് അടുത്ത റൈഡിൽ കയറാണ്. ആദ്യത്തിന് ഇരുന്നു. അടുത്ത റൈഡ് കയറാണ്. ആദ്യത്തിന് ഭയങ്കര ഇഷ്ടമായിട്ടാ കാര്യങ്ങളൊക്കെ. ഇതേക്ക് ഗൈസ് ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട്. കാരണം സിരിട്ടായി അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തിന് അടുത്തൊരു സംഭവത്തിൽ കയറിയേക്കാട്ടാ. നല്ല പൊളിയാണെന്ന്. ആദ്യട്ടൻ കറങ്ങി എത്തി. അവര് പേടിയായി. ആദ്യട്ടൻ എന്തേ ചാടി ഇറങ്ങിയിട്ട് അതൊന്നും പേടിച്ചിട്ട് പോട്ടെ. ആദ്യത്തിനപ്പം അടുത്ത റൈഡ് അങ്ങനെ നമ്മളിതാ ഹരിക്കോട് ബീച്ചിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബീച്ച്. അതന്നെ ഭയങ്കര സൺസെറ്റ് കഴിഞ്ഞു. ഇരുട്ടി എല്ലാം ക്ലോസ് ചെയ്തു. ഏകദേശം എല്ലാം ക്ലോസ് ചെയ്തു ഗൈസ്. ഇവിടെ അടിപൊളിയായിട്ടത് നല്ല തിരക്കുണ്ട് കേട്ടോ. ബീച്ച് ഫുള്ള് ആൾക്കാരാണേ. മോനെ ആദ്യത്തെ കളിപ്പാട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വൈകുന്നേരം ബീച്ചിൽ പൊളിക്കാട്ടാ. ഹെവി ആട്ടാ ബീച്ച്. അപ്പൊ ഗൈസ് സത്യം പറഞ്ഞാലേ ഞങ്ങൾക്ക് ഇങ്ങനെ ബീച്ചിലൊക്കെ വരുമ്പോ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള ഐറ്റംസ് എനിക്കത് ഭയങ്കര ഇഷ്ടം. അത് കഴിക്കാൻ ഭയങ്കര കൊതി. പിന്നെ അതുപോലെ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുള്ള വെറും വയറ്റിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. ഈ സൺസെറ്റ് ഒക്കെ കാണണം എന്നുള്ളൊരു ഇതിൽ വെറും വയറ്റിൽ ഇറങ്ങിയപ്പോൾ ഇപ്പം ഞങ്ങളിതാ ഇങ്ങനെ എന്തെങ്കിലും പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ കഴിക്കണം എന്ന് വെച്ചിട്ട് ഞങ്ങളിത് കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. തട്ടുകട എന്നല്ലടി അത് തട്ടുകട എന്നല്ല. പെട്ടിക്കട അതിനെ കൊച്ചാക്കി പറയുന്നതല്ല. പെട്ടിക്കട ഹെവിയാണ്. എന്നെ സംബന്ധിച്ച് ഫുഡ് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് പെട്ടിക്കടകളിലായിരിക്കും.
മായമില്ല, മന്ത്രമില്ല, അടിപൊളി ഫുഡ്. പിന്നെ അത് ഇവിടെ കുറെ ആൾക്കാര് എന്താ പറയാ, ഫുട്ബോളാണത്. അത്ര ഫുട്ബോള് അടിപൊളി ഫുട്ബോളാണ്ടാ. ഫുട്ബോളാണ്ടാ കളിക്കുന്നത്. ഇത് ഞങ്ങളുടെ അവിടെ വോളിബോൾ എന്ന് പറയാ, നിങ്ങളുടെ അവിടെ ഫുട്ബോൾ എന്നാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ റീനുവിന് വീണ്ടും മണ്ടത്തരങ്ങൾ ഏറ്റുവാങ്ങാൻ റീനുവിന്റെ ജീവിതം ഇനിയും ബാക്കി. അപ്പൊ അത് ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കട്ടാ. അടിപൊളിയാണ് ബീച്ച്. ഇപ്പൊ ഒരു കട നോക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അങ്ങനെ ഞങ്ങള് നല്ല അടിപൊളി ഉപ്പിലിട്ട മാങ്ങ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയൊക്കെ ഇട്ടത് തിന്നാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മൾ ഏകദേശം നന്നായിട്ട് ഇരുട്ടായിട്ട് വരുന്നുണ്ട്. ഇനി അധികം ലേറ്റ് ആവുന്നില്ല. അപ്പം നമ്മളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നത് ഞങ്ങളുടെ ഒപ്പം തന്നെ. ചേട്ടാ ഇവിടെ തകർത്ത് മാങ്ങ വെച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു അവർ ഫാമിലി. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വേഗം തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ.